തുടങ്ങിയോ. 1988 രാമപുരം രജിസ്റ്റർ ഓഫീസിൽ ഈ നിൽക്കുന്ന ചാക്കോച്ചേട്ടൻ്റെ പേര്, ചാക്കോച്ചൻ പൂവയിൽ നീലൂരുള്ള ഇദ്ദേഹത്തിൻ്റെ പേര് വിലയാധാരപ്രകാരം വാങ്ങിയ 4 ഏക്കർ സ്ഥലമായിരുന്നു. ആ 4 ഏക്കർ സ്ഥലമാണ് പോക്കൂര് ചെയ്യാണ്ട് അപേക്ഷ കൊടുത്തിട്ട് അവർ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു. പിന്നീട് 91 അവിടെ ഇവരുടെ സ്ഥലത്തിന് പ്രത്യേകമായിട്ട് റീസർവേ നടന്ന സമയമാണ് 91. ആ 91 റീസർവേ നടക്കുന്ന സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ സ്ഥാപിത താല്പര്യാർത്ഥം മറ്റുള്ളവർക്ക് ഇവരുടെ പേരിൽ അവകാശപ്പെട്ട ഭൂമി പോക്കൂര് ചെയ്തു കൊടുക്കുന്നു. അത് സംബന്ധിച്ച് ഒന്നിച്ച് പോക്കൂര് ചെയ്തു കൊടുത്തിട്ട് ഇവരുടെ പ്രത്യേകമായി ഇവരുടെ മാറി താമസിച്ച ഘട്ടത്തിൽ 2008 ആയപ്പോഴത്തേക്കും ഈ ഭൂമിക്ക് കരമടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇവരുടെ പേരിൽ പോക്കൂരും ഇല്ല, ചെയ്തിട്ടില്ല, കരമടയ്ക്കാൻ പറ്റാത്തത്. അന്നേരമാണ് ഇവരുടെ ഭൂമി നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം അറിയാൻ കഴിഞ്ഞു. അതേ തുടർന്ന് 2008 മുതൽ വിവിധ സർക്കാർ ഓഫീസുകളിലും ഭരണാധികാരികൾക്കും ഇതേ സംബന്ധിച്ച് പരാതികൾ നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും നടപടിയും മുന്നോട്ട് പോവുകയില്ല. തുടർന്ന് ഇവർ 2017 ആണ് നമ്മളെ എനിക്ക് ഒരാൾ പറഞ്ഞു വിട്ട് എൻ്റെ എനിക്ക് വരുന്നത്. അന്ന് മുതൽ ഈ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടുകയും 2017 താലൂക്ക് ഓഫീസ് മുമ്പാകെ ധർണാ സമരം നടത്തുകയും ഈ ചാക്കോച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡേസിയും കൂടെ സമരം നടത്തുകയും ആ സമരത്തെ തുടർന്ന് 2018 ജനുവരി മാസത്തിൽ അന്നത്തെ RDO തെറ്റായി ചെയ്തു കൊടുത്ത പോക്കൂര് റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവർക്ക് പോക്കൂര് ചെയ്തു കൊടുക്കാതെ റവന്യൂ അധികാരികൾ മറ്റ് എതിർകക്ഷികൾക്ക് സഹായകരമായി നിലപെടുകയും വീണ്ടും തുടർന്ന് ജില്ലാ കളക്ടർ കോടതി മുഖേന വീണ്ടും പരാതികളോട്ട് പോയി. അങ്ങനെ കളക്ടർ 2021 ഇവർക്ക് അനുകൂലമായി പോക്കൂര് ചെയ്തു കൊടുക്കുന്ന ഉത്തരവിറക്കുകയും ആ ഉത്തരവിറക്കിയിട്ടും റവന്യൂ അധികാരികൾ ഇവരുടെ പേരിൽ ഈ ചാക്കോച്ചൻ്റെ പേരിൽ പോക്കൂര് ചെയ്ത് കൊടുക്കാതെ ഇരിക്കുകയും വീണ്ടും ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ബാബുകുമാർ എന്ന് പേര് അത് വക്കീലിനെ കണ്ട് ഹൈക്കോടതി വാദിച്ച് എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടി. ഈ മാസം 5-ാം തീയതി ഹൈക്കോടതി ഉത്തരവാണ്. ഹൈക്കോടതി ഉത്തരവിൻ്റെ കോപ്പി കൊണ്ട് കൊടുത്തിട്ടും വീണ്ടും അവർ പോക്കൂര് ചെയ്ത് കൊടുക്കാതിരിക്കുകയും അതേ തുടർന്ന് ഈ കഴിഞ്ഞ ആഴ്ച 19 തീയതി താലൂക്ക് ഓഫീസ് മുമ്പാകെ ധർണാ സമരം ഇരിക്കുകയുണ്ടായി. ആ ധർണാ സമരത്തെ തുടർന്ന് ഇവിടെ തഹസിൽദാരും ഊരക തഹസിൽദാരും കൂടെ വന്ന് പറഞ്ഞു, വരുന്ന ഒരാഴ്ചകളിൽ നിങ്ങൾക്ക് പോക്കൂര് ചെയ്യാൻ ഉത്തരവ് ഞങ്ങൾ ഇറക്കും, അതുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്ന് വാക്ക് വിശ്വസിച്ച് പോയി. തീർച്ചയായിട്ടും അതിനാലും വാക്ക് പാലിച്ചു. മിനിങ്ങാന്ന് അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി തഹസിൽദാർ നൽകി. തഹസിൽദാർ ഉത്തരവ് നൽകുകയും ചെയ്തു. അതേ തുടർന്ന് ഇന്നലെ പോയി കരം അടച്ചു. അങ്ങനെ കടനാട് വില്ലേജ് ഓഫീസിൽ പോയി കരം അടച്ച് ഇവിടെ പോക്കൂര് വീണ്ടും തിരികെ കിട്ടിയത്. നഷ്ടപ്പെട്ടു പോയ 1.5 പതിറ്റാണ്ട് മുമ്പ് നഷ്ടപ്പെട്ടെന്ന് കരുതി ഭൂമി തിരികെ കിട്ടാനുള്ള കാരണമായി. അതാണ് ഈ ഇത്രയും സെന്റ് അല്ല 4 ഏക്കർ ഭൂമി. 4 ഏക്കറാണ് അല്ല 1-2 സെന്റ് അല്ല, 4 ഏക്കറാണ് 4 ഏക്കർ ഭൂമിയാണ് സ്വന്തമായിട്ടുള്ളത്. അന്യാധീനപ്പെട്ട് പോയത് തിരിച്ചു കിട്ടി. ഈ അന്യാധീനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തത് നമ്മുടെ ബന്ധുജനങ്ങളോ മറ്റോ എല്ലാവരും ആണോ? ആദ്യത്തെ പോക്കൂര് സഹോദരനായിരുന്നു, ചാക്കോര സഹോദരന്. പുള്ളി സ്വാധീനിച്ചാണ് സ്വന്തം പേരിലോട്ട് ആക്കിയെടുത്തത്. അല്ല, പുള്ളിയുടെ വസ്തു ഉണ്ടായിരുന്നു അതിന് ചേർന്ന്. പുള്ളിയുടെ വസ്തു പുറമ്പോക്കിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് പുള്ളിയുടെ പേരിലും അത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടപ്പെട്ടതെല്ലാം കൊടുത്ത് ആക്കിയതായിരിക്കാനാണ്. പാറമട ലോബി വന്നിട്ടുണ്ട്. പാറമട ലോബിയുടെ സ്വാധീനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ചാക്കോ പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളാന്ന് കണ്ടുകൊണ്ട് ചാക്കോയുടെ വസ്തു മാത്യുവിന് ചെയ്തു കൊടുത്തു. അങ്ങനെ മാത്യുവിന്റെ പേരിലോട്ട് ചെയ്തു കൊടുത്തു എന്ന് ഞങ്ങൾക്ക് 2015 അറിവ് കിട്ടുന്നത്. അങ്ങനെ അത് അന്നേരം മാത്യുവിന്റെ പേരിൽ ഇത് കേസ് കിടക്കുക. അപ്പൊ കേസ് തീരട്ടെ എന്ന് ലീഗൽ സർവീസ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതോറിറ്റിയിൽ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഇവർ വസ്തു കോംപ്രമൈസ് ചെയ്തു. പാറമട ലോബി അവരെല്ലാവരും പോക്കൂര് കോംപ്രമൈസിലൂടെ ഈ പറഞ്ഞ വസ്തു ഇവർ പോക്കൂര് ചെയ്യാൻ തഹസിൽദാർ ഉത്തരവിട്ടു. തഹസിൽദാർ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചാക്കോയുടെ വസ്തു മാത്യുവിന് തെറ്റായി പോക്കൂര് ചെയ്ത് കൊടുത്തതാണ്. ആ റിപ്പോർട്ട് നിലനിൽക്കുകയാണ് വീണ്ടും രണ്ടാമത് ഈ അന്യ ആൾക്കാർക്ക്, ഈ പാറമട ലോബിക്ക് എന്ന ആൾക്കാർക്ക് പോക്കൂര് ചെയ്യാൻ ഉത്തരവിട്ടത്. അത് തഹസിൽദാർ ബോധപൂർവം ചെയ്ത ഒരു നടപടിയാണ്. അപ്പോൾ അങ്ങനെ പോക്കൂര് ചെയ്യാൻ ഉത്തരവിട്ടതോടുകൂടി അതിനകത്തെ തടികളെല്ലാം അവർ വെട്ടിവിട്ടു. അപ്പം ഞങ്ങൾ പോലീസിലെ റവന്യൂ ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി കൊടുത്തിരുന്നു. അവരാരും ഇടപെട്ടില്ല. പിന്നെ കോട്ടയം SP പരാതി കൊടുത്തു. SP-യുടെ അടുത്തു നിന്നാണ് ഇതിന് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം വന്നത്. മരം വെട്ടി വിറ്റു. 5-8 ലക്ഷം രൂപയുടെ തടിയോളം അതിനകത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. വീണ്ടും ഇപ്പം അവർ തന്നെയാണ് കോടതി പോയത്.
കോടതിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു. എന്താണേലും എല്ലാ വിധികളും കോടതിയിൽ നിന്ന് വന്നതും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഈ പൊതുപ്രവർത്തകനായ ജോയികളൊരിക്കലും ഒത്തിരി സഹായം ചെയ്തല്ലേ? ജോയിച്ചേട്ടൻ്റെ വലിയ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി ഞങ്ങൾക്കൊരു വിജയം ഉണ്ടായത്. അതുകൊണ്ട് ജോയിച്ചേട്ടനെ ഞങ്ങൾക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ ജോയിച്ചേട്ടൻ ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നടത്തിയ സമരങ്ങളെല്ലാം ഞങ്ങൾ മാധ്യമങ്ങൾ ഓൺലൈൻകാർ പ്രത്യേകിച്ചും എല്ലാവരും വാർത്തയാക്കിയിരുന്നു. ലക്ഷങ്ങളിലോട്ട് അത് ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് വലിയൊരു നന്ദിയുണ്ട്. ഞങ്ങളുടെ പറഞ്ഞു തീരാത്തൊരു നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വാർത്താ സമ്മേളനത്തിന് വന്നത്. കാരണം ഞങ്ങൾക്ക് ഇത്രയും ഈ 17 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് നാൾ ഞങ്ങളുടെ ജീവിതം തന്നെ മുട്ടിയ ഒരവസ്ഥയിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ സഹായം ഒരുപാട് ഉണ്ടായി. അപ്പം ഞങ്ങൾക്ക് കോട്ടയം മീഡിയയൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾക്ക് നേരത്തെ മുതലേ തന്നെ കോട്ടയം മീഡിയ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ വാർത്തകൾ കാണുന്നതാണ്. അപ്പോൾ ഒത്തിരി സഹായം ഞങ്ങൾക്ക് മീഡിയ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒത്തിരി ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദികളുണ്ട്.